നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ മോർഗൻ ഹൗസലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചൊന്ന് ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ പങ്കുവച്ച ഈ പുസ്തകവും മറ്റു ലേഖനങ്ങളുമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി തന്നെ തെറ്റാണോ എന്ന്. തീർച്ചയായും. കാരണം സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ, പണമെന്ന് പറഞ്ഞാൽ കണക്കാണ്, ഫോർമുലകളാണ്. അതെ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. പണം കൈകാര്യം ചെയ്യുന്നത് ഒരു എക്സൽ ഷീറ്റിലല്ല, നമ്മുടെയൊക്കെ തലച്ചോറിലാണ്. അവിടെയാണെങ്കിൽ കണക്കുകളേക്കാൾ കൂടുതൽ വികാരങ്ങളാണ്. ഭയം, ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നൊരാശയമുണ്ട്. അതെന്റെ മനസ്സിൽ ശരിക്കും കൊണ്ടു. ഏതാണത്? ഈ സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മിടുക്കനാണ് എന്നതിനെ ആശ്രയിച്ചല്ല, അതെ, മറിച്ച് നമ്മുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന്. ഇതൊരു ഹാർഡ് സ്കില്ലല്ല, ഒരു സോഫ്റ്റ് സ്കില്ലാണെന്ന്. കൃത്യമായി. അതാണ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില കഥകളിലൂടെയും ആശയങ്ങളിലൂടെയും നമുക്കൊന്ന് പോകാം. നല്ലത്. ഈ കണക്കുകൂട്ടലുകൾക്കപ്പുറം മനുഷ്യന്റെ പെരുമാറ്റം എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ പിന്നെ ആ കഥകളിൽ നിന്ന് തന്നെ തുടങ്ങാം. പുസ്തകത്തിലെ പ്രധാന ആശയം വ്യക്തമാക്കാൻ ഹൗസിൽ ഉപയോഗിക്കുന്ന രണ്ട് മനുഷ്യരുടെ ഒരു കഥയുണ്ടല്ലോ. അതിലാദ്യത്തെയാൾ റൊണാൾഡ് റീഡ്. അമേരിക്കയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു തൂപ്പുകാരനായിരുന്നു. പക്ഷേ 2014 അദ്ദേഹത്തിന്റെ 92-ാം വയസ്സിൽ മരിക്കുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടി. കാരണം അദ്ദേഹത്തിന്റെ ആസ്തി $8 മില്യൺ ആയിരുന്നു. ഏകദേശം ഒരു 65 കോടി രൂപ വരും. അതെ, ഒരു തൂപ്പുകാരൻ. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് ഏറ്റവും രസകരമായ ചോദ്യം. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാല് വളരെ ലളിതമാണ്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കാർ നന്നാക്കും, പിന്നെ JC പെന്നി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി നിലം തുടയ്ക്കും. ആരുമത്ര ശ്രദ്ധിക്കാത്തൊരു ജീവിതം. അതെ, പക്ഷേ അദ്ദേഹത്തിന്റെ രഹസ്യം വളരെ ലളിതമായിരുന്നു. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പോലും മാറ്റിവെച്ചു. ആ പണം കൊണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചു. ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വിപണിയിൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ സുസ്ഥിരമായ വലിയ കമ്പനികളിലെ. ഓക്കെ. ഉദാഹരണത്തിന് പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ജോൺസൺ ആൻഡ് ജോൺസൺ പോലെയുള്ളവ. അദ്ദേഹം ആ ഓഹരികൾ വാങ്ങി, പിന്നെ പതിറ്റാണ്ടുകളോളം ഒന്നും ചെയ്തില്ല, ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോ ആ ചെറിയ നിക്ഷേപങ്ങൾ വളർന്നാണ് $8 മില്യൺ ആയത്. അതെ, കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക്. അവിശ്വസനീയം. പക്ഷേ ഇതേ സമയത്ത് തന്നെ നടന്ന മറ്റൊരു കഥയുണ്ട് അല്ലേ, റിച്ചാർഡ് ഫസ്കോൺ. ഇദ്ദേഹം റീഡിന്റെ നേർ വിപരീതമായിരുന്നു. ശരിയാണ്. ഫസ്കോണിന് റീഡിനില്ലാത്തതെല്ലാം ഉണ്ടായിരുന്നു. ഹാർവാർഡിൽ നിന്ന് MBA, മെറിൽ ലിഞ്ച് എന്ന ലോകോത്തര സാമ്പത്തിക സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ, എന്താ പറയാ, ഭയങ്കര മിടുക്കനായ ബിസിനസ്സുകാരൻ. 40കളിൽ തന്നെ വിരമിച്ച ആളാണെന്ന് കേട്ടു. അതെ, വിരമിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങി. കണക്കുകളിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തെ വെല്ലാൻ അന്ന് ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ 2008-ലെ ആ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഥ മുഴുവൻ മാറി. എന്ത് സംഭവിച്ചു? അദ്ദേഹം പാപ്പരായി. ഫ്ലോറിഡയിലെ ആ 18,000 ചതുരശ്ര വീടുണ്ടല്ലോ, അത് കടക്കാർ ജപ്തി ചെയ്തു. ഒരു കാലത്ത് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ആൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെയാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത തൂപ്പുകാരൻ കോടീശ്വരനാകുന്നു, ഹാർവാർഡിൽ പഠിച്ച സാമ്പത്തിക വിദഗ്ധൻ പാപ്പരാകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ബുദ്ധിയും വിദ്യാഭ്യാസവുമല്ലേ പ്രധാനം? ഇവിടെയാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ഒരു സർജറി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നതോ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസവും പരിശീലനവുമാണ് ഏറ്റവും പ്രധാനം. ശരിയാണ്. ഒരു തൂപ്പുകാരന് ഹാർവാർഡിൽ പഠിച്ച സർജനേക്കാൾ നന്നായി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അതുറപ്പാണ്. എന്നാൽ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ റൊണാൾഡ് റീനിനുണ്ടായിരുന്ന ആ ക്ഷമ, ഫസ്കോണിനില്ലാതെ പോയ വിനയം, പിന്നെ ആർത്തി നിയന്ത്രിക്കാനുള്ള കഴിവ്, ഈ പെരുമാറ്റ രീതികൾക്ക് നിങ്ങളുടെ MBA ഡിഗ്രിയേക്കാൾ വിലയുണ്ടാകാം. ഇതാണ് പണത്തിന്റെ മനഃശാസ്ത്രം. ഈ ഫസ്കോണിന്റെ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളെ ഒരു വിഡ്ഢിയായി കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ പുസ്തകം പറയുന്ന ഒരു പ്രധാന കാര്യം സാമ്പത്തിക കാര്യങ്ങളിൽ ആരും വിഡ്ഢികളല്ല എന്നതാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് വളരെ നല്ലൊരു പോയിന്റാണ്. ഹൗസലിന്റെ ആദ്യത്തെ പാഠം തന്നെ നോ വൺസ് ക്രേസി എന്നതാണ്. അതായത് ഓരോ വ്യക്തിയും അവരവരുടെ അനുഭവങ്ങളുടെ കണ്ണാടിയിലൂടെയാണ് ലോകത്തെ കാണുന്നത്. നിങ്ങളുടെ പണവുമായുള്ള വ്യക്തിപരമായ അനുഭവം ലോകത്തിതുവരെ നടന്ന സാമ്പത്തിക സംഭവങ്ങളുടെ ഒരു 0.000 അത്ര ചെറിയൊരു ശതമാനം മാത്രമായിരിക്കാം.
പക്ഷേ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ 80% ചിന്തകളെയും രൂപപ്പെടുത്തുന്നത് ആ ചെറിയ അനുഭവം മാത്രമാണ്. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് വളർന്നതെന്ന് വെക്കുക. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് റിസ്ക് എടുക്കാതിരിക്കുന്നതിനെക്കുറിച്ചായിരിക്കും. അതെ, പണം കളയാൻ പേടിയുണ്ടാകും. കൃത്യം. എന്നാൽ ഒരു കോടീശ്വരനായ ബാങ്കറുടെ മകനായിട്ടാണ് നിങ്ങൾ വളർന്നതെങ്കിൽ റിസ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ സ്വാഭാവികമായൊരു കാര്യമായി തോന്നാം. അതുപോലെ 1970-ൽ ജനിച്ചൊരാൾ തന്റെ ചെറുപ്പത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് 10 മടങ്ങ് വർദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ 1950-ൽ ജനിച്ചൊരാൾ കണ്ടത് വർഷങ്ങളോളം നിശ്ചലമായി നിന്ന മാർക്കറ്റാണ്. അപ്പോ അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അതെ, ഈ അനുഭവങ്ങൾ അവരുടെ നിക്ഷേപ മനോഭാവത്തെ ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വിഡ്ഢിത്തമായി തോന്നുന്ന ഒരു സാമ്പത്തിക തീരുമാനം മറ്റൊരാൾക്ക് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തികച്ചും യുക്തിസഹമായി തോന്നാം. ലോട്ടറി ടിക്കറ്റിന്റെ ഒരു ഉദാഹരണ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അമേരിക്കയിൽ കുറഞ്ഞ വരുമാനമുള്ളവർ വർഷം ശരാശരി $412 ലോട്ടറിക്കായി ചെലവഴിക്കുന്നു എന്ന്. ഒറ്റനോട്ടത്തില് ഇത് വിഡ്ഢിത്തമല്ലേ? അതെ. ഒരു അത്യാവശ്യത്തിന് $400 കയ്യിലില്ലാത്തവരാണ് ഇത്രയും പണം ലോട്ടറിക്ക് കളയുന്നത്. ശരിയാണ്. ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കണ്ണിൽ അത് ശുദ്ധമണ്ടത്തരമാണ്. പക്ഷെ ആ പണം ചിലവഴിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്ക് നല്ല ശമ്പളം, നല്ല വീട്, കാർ ഇതൊന്നും എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി ഒരുപക്ഷേ ഈ ലോട്ടറിയാണ്. അവർ ടിക്കറ്റ് വാങ്ങുന്നില്ല, അവരൊരു സ്വപ്നമാണ് വാങ്ങുന്നത്. ആ സ്വപ്നത്തിന് അവർ കൊടുക്കുന്ന വിലയാണ് ആ $400. അതെ, അവരുടെ ജീവിത സാഹചര്യത്തിൽ അതൊരു ന്യായമായ തീരുമാനമായിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് സ്പ്രെഡ്ഷീറ്റുകൾ നോക്കിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ജീവിത കഥകളും അനുഭവങ്ങളും പ്രതീക്ഷകളും വെച്ചാണ്. കൃത്യമായി. അതുകൊണ്ട് മറ്റൊരാളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ വിഡ്ഢിത്തമെന്ന് മുദ്രകുത്തും മുൻപ് അവർ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. പക്ഷെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു വലിയ കടമ്പയുണ്ടല്ലേ, അത് നിലനിർത്തുക എന്നത്. പുസ്തകത്തിൽ പറയുന്നതുപോലെ സമ്പന്നനാകുന്നതും സമ്പന്നനായി തുടരുന്നതും 2 വ്യത്യസ്ത കഴിവുകളാണ്. അതെ, ഇതൊരു പക്ഷേ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. സമ്പന്നനാകാൻ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കണം, ഒരു ശുഭാപ്തി വിശ്വാസം വേണം. ജെസ്സി ലിവർമോറിന്റെ കഥ ഒരു മികച്ച ഉദാഹരണമാണ്. തീർച്ചയായും. ലിവർമോർ അദ്ദേഹത്തിന്റെ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ സ്റ്റോക്ക് ട്രേഡർമാരിൽ ഒരാളായിരുന്നു. 1929-ലെ ആ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് ലോകം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അദ്ദേഹം മാർക്കറ്റ് ഇടിയുമെന്ന് പ്രവചിച്ച് ഷോർട്ട് ചെയ്തു. ഈ ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലളിതമായി പറഞ്ഞാൽ ഒരു ഓഹരിയുടെ വില കുറയുമെന്ന് വാതുവെക്കുന്നത് പോലെയാണ്. വില കുറയുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഓക്കെ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ലിവർമോർ ഇന്നത്തെ കണക്കനുസരിച്ച് $3 ബില്യൺ അതായത് 25,000 കോടിയിലധികം രൂപ സമ്പാദിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി. എന്നിട്ടും ആ വിജയം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞില്ല. ആ വിജയത്തിന് ശേഷം അദ്ദേഹത്തിനൊരു അമിതമായ ആത്മവിശ്വാസം വന്നു. തനിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് വലിയ വലിയ റിസ്കുകൾ എടുത്തു തുടങ്ങി. ഓരോ തവണയും താൻ ശരിയാണെന്ന് തെളിയിക്കാൻ കൂടുതൽ പണം വാതുവെച്ചു. അവസാനം സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. കടം കയറി മാനസികമായി തകർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോ ലിവർമോർ സമ്പന്നനാകുന്നതിൽ ഒരു ജീനിയസ് ആയിരുന്നു, പക്ഷേ സമ്പന്നനായി തുടരുന്നതിൽ പരാജയപ്പെട്ടു. അതെ. അപ്പോ പാഠം ഇതാണ്: അതിജീവനം. കളിയിൽ നിന്ന് പുറത്താകാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതെ. ഈ ആശയം നമ്മളെ വാറൻ ബഫറ്റിലേക്ക് എത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ബഫറ്റ് ഇത്രയും വലിയ വിജയമായത്? അദ്ദേഹം ഏറ്റവും മികച്ച നിക്ഷേപകനായതുകൊണ്ട് മാത്രമല്ല. പിന്നെ എന്താണ്? അതിനേക്കാൾ ഉപരി അദ്ദേഹം 75 വർഷമായി ഈ കളിയിൽ നിന്ന് പുറത്താകാതെ നിൽക്കുന്നു. അദ്ദേഹം 10-ാം വയസ്സ് മുതൽ നിക്ഷേപം നടത്തുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞു. അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും വന്നത് വളരെ വൈകിയാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ. നിങ്ങൾക്കറിയാമോ, ബഫറ്റിന്റെ $84.5 ബില്യൺ ആസ്തിയിൽ 81.5 ബില്യനും വന്നത് അദ്ദേഹത്തിന്റെ 65-ാം വയസ്സിന് ശേഷമാണ്. അവിശ്വസനീയം. ഇതിന്റെ കാരണം കോമ്പൗണ്ടിംഗ് എന്ന മാന്ത്രിക വിദ്യയാണ്. പക്ഷേ ആ മാന്ത്രിക വിധി പ്രവർത്തിക്കാൻ സമയം വേണം. ആ സമയം നൽകണമെങ്കിൽ നിങ്ങൾ അതിജീവിക്കണം. ബഫറ്റ് 14 സാമ്പത്തിക മാന്ദ്യങ്ങളെ അതിജീവിച്ചു. ഓരോ തവണയും മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ അദ്ദേഹം പേടിച്ചു വിട്ടൊഴിഞ്ഞില്ല.
ഇതിന് വിപരീതമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പഴയ പങ്കാളിയായിരുന്ന റിക് ഗ്വയറിന്റെ അനുഭവം. അതെ, ഗ്വെരിനും ബഫറ്റിനെ പോലെ മിടുക്കനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ധൃതിയായിരുന്നു. പെട്ടെന്ന് പണക്കാരനാകണം. അതെ, പെട്ടെന്ന് വലിയ പണക്കാരനാകാൻ വേണ്ടി അദ്ദേഹം കടം വാങ്ങി നിക്ഷേപം നടത്തി. 1973-74 സാമ്പത്തിക മാന്ദ്യത്തിൽ മാർക്കറ്റ് 70% ഇടിഞ്ഞപ്പോൾ കടം വീട്ടാനായി അദ്ദേഹത്തിന് തന്റെ കയ്യിലുള്ള ബെർക്ക്ഷയർ ഓഹരികൾ ബഫറ്റിന് തന്നെ വിൽക്കേണ്ടി വന്നു. അതും വളരെ തുച്ഛമായ വിലയ്ക്ക്. കഷ്ടമായിപ്പോയി. വാറനും ചാർലിക്കും അറിയാമായിരുന്നു അവർ സാവധാനം സമ്പന്നരാകുമെന്ന്. പക്ഷെ അവർക്ക് ധൃതിയില്ലായിരുന്നു. അതിജീവിക്കാനാണ് അവർ ശ്രമിച്ചത്, ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനല്ല. ഈ ധൃതിയും ആർത്തിയും ഇതിനൊരു മറുമരുന്നുണ്ടോ? മതി എന്നു പറയാൻ പഠിക്കുക എന്നതാണോ അത്? പുസ്തകത്തിലെ അടുത്ത ആശയം എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ടു. നെവർ ഇനഫ് എന്ന ഭാഗമല്ലേ? ജോസഫ് ഹെല്ലറും കേർട്ട് വോണഗറ്റും ഒരു കോടീശ്വരന്റെ പാർട്ടിയിൽ വെച്ച് സംസാരിക്കുന്ന ആ കഥ. അതെ, അതുതന്നെ. ആതിഥേയനായ കോടീശ്വരൻ ഒരു ദിവസം കൊണ്ട് സമ്പാദിച്ചത് പ്രശസ്ത നോവലിസ്റ്റായ ഹെല്ലറുടെ ക്യാച്ച് 22 എന്ന നോവൽ അതിന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. ഇത് കേട്ട് വോണഗേറ്റ് കളിയാക്കി പറഞ്ഞു, നോക്കൂ, അയാൾ ഒരു ദിവസം കൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ പണമുണ്ടാക്കി. അതിന് ഹെല്ലർ പറഞ്ഞ മറുപടി വളരെ ശക്തമായിരുന്നു. അതെ, പക്ഷേ എനിക്കുള്ള ഒന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാകില്ല: മതി എന്ന തോന്നൽ. മതി എന്ന തോന്നൽ. അതെ, ഈ മതി എന്ന ആശയം റിച്ചാർഡ് ഫസ്കോണിയെയും ജെസ്സി ലിവർമോറിനെയും പോലുള്ളവരെ നശിപ്പിച്ച ആർത്തി എന്ന പെരുമാറ്റത്തിനുള്ള മറുമരുന്നാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാണ്. ലക്ഷ്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 1 ലക്ഷം കിട്ടിയാൽ 10 ലക്ഷം, അത് കിട്ടിയാൽ 1 കോടി. ഇതിനൊരവസാനമില്ലാതാകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുക്കാൻ തുടങ്ങും, അല്ലേ? തീർച്ചയായും. മക്കിൻസി എന്ന ലോകോത്തര കമ്പനിയുടെ സിഇഒ ആയിരുന്ന രജത് ഗുപ്തയുടെ കാര്യം ഓർത്തുനോക്കൂ. അദ്ദേഹത്തിന് $100 മില്യൺ, അതായത് 800 കോടി രൂപ ആസ്തിയുണ്ടായിരുന്നു. എന്നിട്ടും ഒരു കോടീശ്വരനാകാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി. അവസാനം ജയിലിലായി. ബഹുമാനവും ജോലിയും ജീവിതവും നശിപ്പിച്ചു. അദ്ദേഹത്തിന് മതി എന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ലക്ഷ്യം കൂടുതൽ പണം അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം? ഇവിടെയാണ് ഹൗസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. പണം നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ആഡംബര കാറുകളോ വലിയ വീടുകളോ അല്ല, അത് സ്വാതന്ത്ര്യമാണ്. അതെ, നിങ്ങളുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണം. ഇന്ന് എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ള ആളുകളോടൊപ്പം എനിക്കിഷ്ടമുള്ളത്ര നേരം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് രാവിലെ ഉണരാനുള്ള കഴിവ്. അതാണ് പണം നൽകുന്ന ഏറ്റവും വലിയ നേട്ടം. ഇത് ശരിയാണെന്ന് തോന്നുന്നു. എത്ര പണമുണ്ടായിട്ടും നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ജോലിയിൽ ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സമ്പന്നനാണോ? അല്ല. മനഃശാസ്ത്രജ്ഞനായ ആംഗസ് ക്യാമ്പലിന്റെ ഒരു പഠനത്തെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അമേരിക്കക്കാരുടെ വരുമാനം പല മടങ്ങ് വർദ്ധിച്ചു. വീടുകൾ വലുതായി, കാറുകൾ മികച്ചതായി. പക്ഷെ അവരുടെ സന്തോഷത്തിന്റെ അളവിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതെന്താ അങ്ങനെ? കാരണമെന്താണെന്ന് ക്യാമ്പൽ കണ്ടെത്തി. സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഘടകം ഉയർന്ന ശമ്പളമോ വീടിന്റെ വലുപ്പമോ ജോലിയുടെ മഹത്വമോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിന്മേലുള്ള പൂർണ്ണമായ നിയന്ത്രണമാണ്. ആ നിയന്ത്രണം. അതെ, ആ നിയന്ത്രണം നൽകാൻ പണത്തിന് കഴിയും. അതാണ് പണത്തിന്റെ ഏറ്റവും വലിയ മൂല്യം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നത് കണക്കിനേക്കാൾ ഉപരി മനഃശാസ്ത്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ പെരുമാറ്റം, ക്ഷമ, നിങ്ങൾ ഏത് കളിയാണ് കളിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഇതൊക്കെയാണ് പ്രധാനം. അതെ, ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന പാഠങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം. 1. നിങ്ങളുടെ വ്യക്തിപരമായ ചരിത്രവും അനുഭവങ്ങളുമാണ് നിങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ രൂപപ്പെടുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാകാം. അതിനാൽ അവരുടെ തീരുമാനങ്ങളെ പെട്ടെന്ന് വിധിക്കരുത്. 2. ഹ്രസ്വകാല നേട്ടങ്ങളെക്കാൾ വളരെ പ്രധാനം ദീർഘകാലം കളിയിൽ നിന്ന് പുറത്താകാതെ അതിജീവിക്കുക എന്നതാണ്. കോമ്പൗണ്ടിംഗ് പ്രവർത്തിക്കാൻ സമയം ആവശ്യമാണ്, അതിന് ക്ഷമയും വേണം. 3. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കരുത്. മതി എന്ന തിരിച്ചറിവ് നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്നും അനാവശ്യമായ റിസ്കുകളിൽ നിന്നും സംരക്ഷിക്കും. ചിലപ്പോൾ സന്തോഷത്തിലേക്കുള്ള വഴി കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുന്നതാണ്. 4. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും
പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണമാണ്. ആത്യന്തികമായി സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കാനായി ഒരു ആശയം കൂടി പങ്കുവയ്ക്കാം. ഹൗസൽ എഴുതുന്നു, സമ്പത്ത് എന്നത് നിങ്ങൾ കാണാത്തതാണ്. അതൊരു രസകരമായ പ്രസ്താവനയാണല്ലോ. എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണയായി ഒരാളുടെ സമ്പത്ത് അളക്കുന്നത് അവരോടിക്കുന്ന കാറും താമസിക്കുന്ന വീടും ധരിക്കുന്ന വാച്ചും കണ്ടിട്ടാണ്. പക്ഷേ അതെല്ലാം അവർ ചെലവഴിച്ച പണമാണ്, അവരുടെ സമ്പത്തല്ല. ആ, ശരിയാണ്. യഥാർത്ഥ സമ്പത്ത് എന്നത് നിങ്ങൾ ചെലവഴിക്കാതെ ഭാവിയിലെ ആവശ്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അവസരങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച സാമ്പത്തിക ആസ്തികളാണ്. അത് വാങ്ങാത്ത കാറുകളാണ്, പോകാത്ത യാത്രകളാണ്, മാറ്റിവെച്ച പണമാണ്. അത് ആർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്കായൊരു ചോദ്യം. നിങ്ങൾക്കൊരു കോടീശ്വരനാകണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ വേണമെന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതോ 1 കോടി രൂപ ചിലവഴിക്കണമെന്നാണോ? ഈ പുസ്തകം വ്യക്തമാക്കുന്നതുപോലെ ഇവ രണ്ടും വ്യത്യസ്തവും പലപ്പോഴും വിപരീതവുമായ ലക്ഷ്യങ്ങളാണ്. ഒന്ന് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലേക്കും മറ്റൊന്ന് അത് ഇല്ലാതാക്കുന്നതിലേക്കും നയിക്കുന്നു. ഏതാണ് നിങ്ങളുടെ വഴിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക.